സഹോദരങ്ങളെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമിലെ ജെമല്ലി ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ്. ഈ ആശുപത്രിയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അഡ്മിറ്റ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 14 അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഇവിടെ ധാരാളം ആളുകളാണ് എപ്പോഴും പ്രാർത്ഥനയ്ക്കും മറ്റുമായി കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം OCD സഭയിലെ ബഹുമാനപ്പെട്ട ബ്രദർ പൗലോസ് ഉണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി OCD ജനറലേറ്റിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ ബ്രദർ പൗലോസ് ഐക്യരേത്ത് OCD കർമ്മലീത്ത സഭാംഗമാണ്. ഞാനിപ്പോൾ റോമിൽ ഞങ്ങളുടെ ജനറലേറ്റിൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് മാർപ്പാപ്പയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ജെമല്ലി ഹോസ്പിറ്റലിലാണ്. ഒത്തിരി ജനങ്ങൾ ഇവിടെ വരികയും അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം അതിൽ പങ്കുചേരുകയും അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യവും എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അദ്ദേഹം രോഗസൗഖ്യം ലഭിച്ച് വത്തിക്കാനിൽ തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ ദൈനംദിന കർത്തവ്യങ്ങൾ സഭയ്ക്ക് വേണ്ടി നിർവഹിക്കുന്നതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ലോകം മുഴുവനും കവർന്നെടുത്ത പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രയും വേഗം ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നാണ് ലോകം മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സന്യാസ സമൂഹങ്ങളിലും അതിശക്തമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനകളോട് ചേർത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളും അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് രോഗസൗഖ്യം ലഭിച്ച് അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനേകായിരം ആളുകളാണ് ഈ ആശുപത്രിയിലേക്ക് ഓരോ നിമിഷവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ, വൈദികരും സമർപ്പിതരും അൽമായരും ഉൾപ്പെടെ ധാരാളം മനുഷ്യർ ഇങ്ങോട്ടേക്ക് ഓരോ നിമിഷവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. രാപകലില്ലാതെ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. കാരണം ഈ ആശുപത്രിയുടെ മധ്യത്തിലുള്ള ജോൺ പോൾ പാപ്പായുടെ ഈ തിരുസ്വരൂപത്തിന് മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം തിരികൾ, മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ടും അതുപോലെ കൊച്ചുകുട്ടികൾ അവരുടെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ചെറിയ ചെറിയ സാധനങ്ങൾ, അവർ വരച്ചതും എഴുതിയതുമായ കടലാസുകളും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ തിരുസ്വരൂപത്തിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം അങ്ങനെയുള്ള വസ്തുക്കൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒത്തിരിയധികം ആളുകളാണ് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ഇതിന് സമാനമായ കാഴ്ച തന്നെയാണ് വത്തിക്കാൻ സെയിൻറ്റ് പീറ്റേഴ്സ് ചതുരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഒത്തിരിയധികം ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നുണ്ട്. ധാരാളം ആളുകൾ പ്രാർത്ഥിക്കുന്നു, കുരിശിൻ്റെ വഴി നടത്തിയും ജപമാല ചൊല്ലിയും. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് അഭിവന്യ കർദിനാൾമാരുടെ നേതൃത്വത്തിൽ വത്തിക്കാൻ സ്ക്വയറിൽ ജപമാല പ്രാർത്ഥന രാത്രി 9 മണിക്ക് നടക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ പിതാവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. ബ്രദർ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ പരിശുദ്ധ പിതാവ് വേഗം സുഖം പ്രാപിച്ച് തൻ്റെ താമസ സ്ഥലമായ, തൻ്റെ ഭവനമായ വത്തിക്കാൻ കാസ സാന്ത മാർത്തായിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അതിശക്തമായി നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഒക്കെ നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.